Good morning students. In this class we will be discussing about the absorption costing and difference between absorption costing and marginal costing. Okay. Absorption costing is the technique of charging all cost, both variable and fixed, to the operations process or products. അതായത് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബോത്ത് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും നമ്മൾ കോസ്റ്റ് യൂണിറ്റിലേക്ക് എന്ത് ചെയ്യും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. ഈ ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും അലോക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനെ ഫുൾ കോസ്റ്റ് ഓർ ടോട്ടൽ കോസ്റ്റ് ടെക്നിക് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ദ ട്രഡീഷണൽ വേ ഓഫ് അസർട്ടൈനിങ് ദ കോസ്റ്റ്. ട്രഡീഷണൽ വേയിൽ നമ്മൾ അസർട്ടൈൻ ചെയ്യുന്ന കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നത് ആണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ വേരിയബിൾ കോസ്റ്റ് എന്നോ ഫിക്സഡ് കോസ്റ്റ് എന്നോ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നുമില്ല. എല്ലാ കോസ്റ്റും എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ചാർജ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ആണ്. സോ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ബോത്ത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ് ടു കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, where in case of marginal costing, that is only variable cost is charged to the production. So absorption costing lo all cost, both the fixed cost and variable cost are charged to the cost of production. Under absorption costing, both the fixed and variable cost are charged to the cost of production, and marginal costing only variable cost are charged to the cost of production. Next one is സ്റ്റോക്ക് ആണ്. സ്റ്റോക്കിൻ്റെ ഡിഫറൻസ്, സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് ടോട്ടൽ കോസ്റ്റ് അണ്ടർ ദ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, വെർ ഇൻ കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ് ഓൺലി. സ്റ്റോക്ക് ടോട്ടൽ കോസ്റ്റിലാണ് അബ്സോർപ്ഷൻ കോസ്റ്റിൽ വാല്യൂ ചെയ്യുന്നത്. മാർജിനൽ കോസ്റ്റിങ്ങിലേക്ക് വരുമ്പം സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിനെ മാത്രം ബേസ് ചെയ്തിട്ടാണ്. സോ മാർജിനൽ കോസ്റ്റിങ്ങിന് നമുക്ക് പറയാം സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സോ അണ്ടർ മാർജിനൽ കോസ്റ്റിങ്ങിൽ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ വർക്ക് ഇൻ പ്രോഗ്രസ്സിനെ നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ തന്നെയാണ് വാല്യൂ ചെയ്യുന്നത്. പക്ഷേ അണ്ടർ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ കേസ് വരുമ്പോഴത്തേക്ക് സ്റ്റോക്ക് വാല്യൂ ചെയ്യുന്നത് ടോട്ടൽ കോസ്റ്റിലാണ്. അതായത് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടി അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ് അബ്സോർപ്ഷൻ കോസ്റ്റിൽ. വെർ ഇൻ കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് അല്ല അവർ ബേസിസ് ആയിട്ട് എടുക്കുന്നത്, അവർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി കോൺട്രിബ്യൂഷനെയാണ് ബേസിസ് ആയിട്ട് എടുക്കുന്നത്. കോൺട്രിബ്യൂഷൻ എന്താണെന്നും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. സോ പ്രോഫിറ്റ് ആണ് അബ്സോർപ്ഷനിലെങ്കിൽ ബേസിസിൽ ഡിസിഷൻസ് എടുക്കുന്ന ബേസ് പ്രോഫിറ്റ് ആണെങ്കിൽ, മാർജിനൽ കോസ്റ്റിങ്ങിൽ വരുമ്പോഴത്തേക്കും കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ബേസിസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വെൻ പ്രൊഡക്ഷൻ ഇൻക്രീസസ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻക്രീസസ്. അബ്സോർപ്ഷനിൽ എപ്പോഴാണോ പ്രൊഡക്ഷൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും, കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പക്ഷേ മാർജിനൽ കോസ്റ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് റിമൈൻസ് ദ സെയിം. കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പ്രൊഡക്ഷൻ എത്ര ഇൻക്രീസ് ചെയ്താലും കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് യൂസ്ഡ് ഫോർ ലോങ് ടേം പ്രൈസിങ് പോളിസി. അതായത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് നമ്മൾ ലോങ് ടേം പ്രൈസിങ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. വെർ ഇൻ കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഷോർട്ട് ടേം പ്രൈസിങ് പോളിസി. ഷോർട്ട് ടൈം പ്രൈസിങ് പോളിസിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കൂടാതെ കുറച്ച് ഡിഫറൻസും കൂടി പറയാം. അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് ഫിക്സഡ് കോസ്റ്റ് ആർ ട്രീറ്റഡ് ആസ് പീരിയഡ് കോസ്റ്റ് ആൻഡ് ചാർജ് ടു ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ ഫിക്സഡ് കോസ്റ്റിനെ പീരിയഡ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തത്. പക്ഷേ അബ്സോർപ്ഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഫിക്സഡ് കോസ്റ്റും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് വെരി ലോ അറ്റ് ദ മാർജിനൽ കോസ്റ്റിംഗ് വൈൽ ഇറ്റ് ഈസ് ഹൈ അണ്ടർ ദ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. അതായത് മാർജിനൽ കോസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ വേരിയബിൾ കോസ്റ്റ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. പക്ഷേ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ബോത്ത് ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് പ്രകാരം വാല്യൂ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. Next difference is under marginal costing profit is ascertained by deducting fixed cost from contribution. അതായത് മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ
പ്രോഫിറ്റ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫിക്സഡ് കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യുന്നതാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിലേക്ക് വരുമ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിന് സെയിൽസിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യുന്നതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് ഡിഫറൻസ് മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് മാർജിനൽ കോസ്റ്റിങ്ങിൽ നമ്മൾ പ്രോഫിറ്റ് കണക്കാക്കുമ്പോൾ അതിനെ നമ്മൾ കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്താലാണ് പ്രോഫിറ്റ് കിട്ടുക. പക്ഷേ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നമ്മൾ സെയിൽസിൽ നിന്നും ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് കിട്ടുന്നത്. നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് അണ്ടർ മാർജിനൽ കോസ്റ്റിംഗ് ആസ് ഫിക്സഡ് ഓവർഹെഡ്സ് ആർ എക്സ്ക്ലൂഡഡ് ഫ്രം ദ കോസ്റ്റ് ദർ ഈസ് നോ അണ്ടർ ഓർ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഫിക്സഡ് ഓവർഹെഡ്. അത് എന്താണെന്ന് വെച്ചാൽ മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ ഫിക്സഡ് ഓവർഹെഡ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവില്ല, ഓവർ അബ്സോർപ്ഷനോ അണ്ടർ അബ്സോർപ്ഷനോ ഉണ്ടാവില്ല. ഫിക്സഡ് ഓവർഹെഡ്സിൻ്റെ ഓവർ അബ്സോർപ്ഷനും അണ്ടർ അബ്സോർപ്ഷനും ഉണ്ടാവില്ല. പക്ഷേ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ നമ്മൾ രണ്ടും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഫിക്സഡ് ഓവർഹെഡും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, വേരിയബിൾ ഓവർഹെഡും ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ എന്തുണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഓവർ അബ്സോർപ്ഷൻ ഓവർഹെഡും അതുപോലെ തന്നെ അണ്ടർ അബ്സോർപ്ഷൻ ഓവർഹെഡും ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ദാറ്റ് ഈസ് നെക്സ്റ്റ് ഡിഫറൻസ്. ദാറ്റ് ഈസ് മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ഹൈലി യൂസ്ഫുൾ ടു ദ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് ആണ് മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിന് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ട് ഉള്ളത്. വെറിൻ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഇറ്റ് ഈസ് നോട്ട് മച്ച് യൂസ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗിൽ വരുമ്പം അത്രമാത്രം ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് മാനേജേഴ്സ് എന്ത് യൂസ് ചെയ്യുന്നില്ല, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ, അതായത് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ എക്സ്റ്റേണൽ റിപ്പോർട്ടിംഗ്. എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. വെറും കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഇൻറ്റേർണൽ റിപ്പോർട്ടിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് ഈസ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂസ്ഫുൾ അല്ല അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഡിസിഷൻ മേക്കിങ്ങിന്. വെറും കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ദെൻ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ വേറൊരു ഡിഫറൻസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഗിവൺ ടു ദ പ്രൊഡക്ഷൻ. വെറും കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ഇറ്റ് ഗീവ് ഇമ്പോർട്ടൻസ് ഓൺ സെല്ലിംഗ് ആൻഡ് പ്രൈസിങ് ആസ്പെക്ട്സ്. ഇതെല്ലാ പോയിൻറ്സും കൂടി കൂട്ടിയിട്ട് വേണം നിങ്ങൾ എക്സാമിന് എന്ത് ചെയ്യാൻ, ആൻസർ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്. ഈ സ്ലൈഡിലുള്ള പോയിൻറ്റ്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്, കൂടാതെ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആൻസർ. See you in the next class. Till then, goodbye.